മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ CPM-ൽ നിന്ന് നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് നാം കാണുകയാണ്. അതും സുദീർഘകാലം പാർട്ടിയെ സേവിച്ച തലമുതിർന്ന നേതാക്കന്മാർ കൂടിയാണ് പോകുന്നത്. ഷൊർണൂർ MLA ആയിരുന്ന PK ശശി, അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തന്നെ പാർട്ടി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവിധ ഒത്താശകളും സംരക്ഷണവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ പീഡനത്തിന് വളരെ തീവ്രത കുറവാണെന്ന് വരെ പാർട്ടി പറഞ്ഞു കളഞ്ഞു. എന്നിട്ടും അദ്ദേഹം പാർട്ടി വിട്ടുപോയി. അതിനോട് അതേ സമയത്തോ കുറച്ച് മുന്നോ അതിന് ശേഷമോ ദേവികുളം MLA ആയിരുന്ന S. രാജേന്ദ്രൻ പാർട്ടി വിട്ടു. പാർട്ടിയോടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം കുറേ കാലം സജീവമായിരുന്നില്ല. മാത്രവുമല്ല, അവിടുത്തെ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പാർട്ടി കണ്ടെത്തുകയും സസ്പെൻഷന് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും പാർട്ടി അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറി. പിന്നെ നിലമ്പൂർ MLA നൂലുമെന്ന് കെട്ടിയിറക്കിയ MLA ആണ്. CPM-കാരനൊന്നല്ല. പക്ഷെ എന്നിട്ടും സ്വന്തം സ്ഥാനം CPM-ൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് ജയിക്കുകയൊക്കെ ഉണ്ടായി. അദ്ദേഹവും DGP അജിത് കുമാറിന് എതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെ പരസ്യമായി രംഗത്തെത്തുകയും സ്വർണ്ണക്കടത്തുകാരുമായി പോലീസിന് ബന്ധമുണ്ടെന്നും ഒരു വിഹിതം പോലീസ് അവരിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വരികയും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി ശ്രീ അൻവർ പാർട്ടിയെ പരസ്യമായി അധിക്ഷേപിച്ചു എന്ന് പറയുകയും അതിനെ അവഗണിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി PV അൻവർ പുറത്താക്കപ്പെട്ടു. പിന്നെ വൈക്കം MLA K. അജിത് കുമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ദളിതർക്ക് വേണ്ട വിധം പരിഗണന അല്ലെങ്കിൽ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാർട്ടി വിട്ടുപോയി. പിന്നെ 3-4 കൊല്ലത്തോളം കൊട്ടാരക്കര MLA ആയി സേവനമനുഷ്ഠിച്ചിരുന്ന ഐഷ പോറ്റി പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് കുടിയേറി. അവരെയും വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെയും ഭാഷ്യം. പിന്നെ നാട്ടിക MLA ആയ മുകുന്ദൻ, ഗീതാഗോപി അല്ലാതെ വേറെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വിരോധമില്ല, വഴിവിട്ട് ധനസമ്പാദനം നടത്തിയ ഒരു സ്ത്രീയെ 2 വർഷത്തിലധികം അവിടെ തന്നെ MLA ആയിട്ടുള്ള ഒരാളെ പിന്നെ കേവലം 1 വർഷം മാത്രം MLA ആയ എന്നെ മാറ്റി നിർത്തി ഗീതാഗോപിയെ പരിഗണിക്കുന്നത് എന്ത് എന്ന് പാർട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹവും പാർട്ടി വിട്ടു. അതൊക്കെ കഴിഞ്ഞ് അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ CPM-ൻ്റെ ആധിപത്യമുള്ളൊരു നാട്ടിൽ നിന്ന് രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുകൂടിയായ മന്ത്രിയായിരുന്നു, സുദീർഘകാലം MLA-യും ഒക്കെ ആയിരുന്ന G. സുധാകരനും പാർട്ടി വിട്ടു. അദ്ദേഹത്തിന് വേണ്ട വിധം പരിഗണിച്ചില്ല. സുധാകരൻ എന്നുള്ളത് സുധാകുരൻ എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് പുന്നപ്ര വയലാർ
അനുസ്മരണം നടന്നപ്പോൾ അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചില്ല എന്നിങ്ങനെ. മാത്രമല്ല അതിനു മുന്നേയുള്ള ഇലക്ഷനിൽ അവിടുത്തെ MLAക്ക് ഭൂരിപക്ഷം കുറയാൻ കാരണം G. സുധാകരനാണെന്നും എളമര കരീം അതിന് ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു, അതുകൂടി അതിൽ വെച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ഒരു ചുക്കിനും ചുണ്ണാമ്പും എന്ന രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തു എന്നതിൻ്റെയൊക്കെ ഫലമായി കുറേ നാളുകളായി അദ്ദേഹം നിശബ്ദനും നിരാശനൊക്കെയായിരുന്നു. അദ്ദേഹം ഇതെന്നെക്കൊണ്ടുള്ള ശൈലി ഇനി പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അംഗത്വം പുതുക്കാതെ ഇതേ സ്വതന്ത്രനായി നിൽക്കുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്, ഞാൻ ഒരു പാർട്ടിയിലും ചേർക്കുന്നില്ല, പക്ഷെ ഞാൻ ഇലക്ഷൻ നിൽക്കും എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പാർട്ടിക്കൊരു ഒരു നിലപാടുണ്ടായിരുന്നു, ഒരു നയമുണ്ടായിരുന്നു. 2 വർഷം പാർലമെൻ്ററി ഇലക്ഷൻ അവസരം കിട്ടിയ ആൾക്കാരൊക്കെ വിട്ടു നിൽക്കണം, പുതുതായിട്ടുള്ള ആൾക്കാർ പാർട്ടിയിലേക്ക് വരണം എന്നുള്ളത്. മറ്റേ ഏത് ഡെവലപ്ഡ് ഡെമോക്രാറ്റിക് കൺട്രീസിലും എല്ലാ ഡെവലപ്ഡായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളിലെ തന്നെ 2 വർഷം തന്നെയാണ് ഈ പാർലമെൻ്ററി ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 2 ടേം കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ആണെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് പോലും 2 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ പണിയിലേക്ക് പോവുക. അപ്പോൾ അവർ അതുവരെ അല്ലെങ്കിൽ താങ്കൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമുള്ള രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി പണി കഴിഞ്ഞ് വന്ന് സമയം കണ്ടെത്തി പ്രവർത്തിക്കും. അവരെ ജയിപ്പിക്കേണ്ടതും അത് നിലനിർത്തേണ്ടതും ഒക്കെ അവരുടെയും കൂടി ആവശ്യമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പാർട്ടി പ്രസ്ഥാനത്തിൽ ചില ഓഫീസ് ബെയറേഴ്സൊക്കെ ആവാം. എന്തായാലും നമ്മൾ അനുഭവങ്ങളെ തൃണവൽക്കരിക്കാനും നിരാകരിക്കാനും പറ്റില്ലല്ലോ. ഈ 2 കൊല്ലം പാർലമെൻ്ററി ഇലക്ഷന് വേണ്ട എങ്കിൽ കൂടി ഈ ചരിത്രത്തോടൊപ്പം നിന്ന ആൾക്കാരുടെ പാടെ അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളത് പാർട്ടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് പാർട്ടിയിൽ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കണം. കാരണം കുട്ടികളെ നയിക്കണമല്ലോ, നിയന്ത്രിക്കണമല്ലോ. കുട്ടികളും മിടുക്കന്മാരാണ്, അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർക്കറിയാം. പക്ഷെ എന്നാലും അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേഷ്ടാക്കളായിട്ടെങ്കിലും നിർത്തണം. അവരെ മാനിക്കാനൊക്കെ പാർട്ടി പഠിപ്പിക്കണം. അവരുടെ വോയിസും അവർക്കും ഒരു കസേര, അവരർഹിക്കുന്ന കസേര ഇട്ട് കൊടുക്കണം. അത് ചെയ്തതില്ല, അവിടെ പാർട്ടിക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള കുത്തൊഴുക്ക് കാണുമ്പോൾ നാം വിചാരിക്കും ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന പ്രതിഭാസമാണ് എന്നുള്ളത്. പക്ഷെ അത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. ക്യൂബയിലും ഫിഡൽ കാസ്ട്രോനോടുണ്ടായിരുന്ന സ്നേഹമൊന്നും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടില്ല. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഭരണകൂടത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ഭരണം കാഴ്ചവെക്കാനും പറ്റുന്നില്ല. അതിന് ഭരണകൂടം പറയുന്നത് അത് അമേരിക്കൻ ഉപരോധം കൊണ്ടും ആണ് എന്നുള്ളത്. അമേരിക്കൻ അത് മാത്രമല്ല ഭരണകൂടത്തിൻ്റെ നയമാണെന്ന് ജനങ്ങളും പറയുന്നുണ്ട്. ജനങ്ങളൊക്കെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിപ്ലവകീര്യം കൊണ്ട് മാത്രം പട്ടിണി മാറില്ല, ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ക്യൂബൻ ജനത തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് സ്വകാര്യ സ്വത്തവകാശം 2019 ക്യൂബൻ ഭരണകൂടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഫിഡൽ കാസ്ട്രോ ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒപ്പീനിയൻസ് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ കാപട്യങ്ങളൊക്കെ വലിച്ചു കീറപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ, അടിമകളല്ലാതായിട്ടുണ്ട്. അപ്പോൾ പഴയ പോലെ നേതാക്കന്മാരോട് സ്നേഹമൊന്നും അവർ കാണിക്കുന്നുമില്ല. പിന്നെ സുദീർഘകാലം തുടർച്ചയായ ഭരണവും അധികാരവും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഉണ്ടാക്കാവുന്ന സ്വാഭാവികമായ ജീർണതകൾ CPMലും കയറിക്കൂടിയിട്ടുണ്ട്. അത് CPM മനസ്സിലാക്കണം. അംഗങ്ങളെ എടുക്കുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി പോലത്തെ ഒരു മനുഷ്യനോട് ഇപ്പം ഒന്ന് നോക്കൂ, ഹൈക്കോടതി കള്ളനാണെന്ന് അല്ലെങ്കിൽ കളവ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ട
കണ്ടുപിടിച്ച ഒരു മനുഷ്യനെയാണ്. ഇപ്പോൾ ഒരു കേസിലല്ല, പല പല കേസുകളിലും അദ്ദേഹത്തോടൊപ്പം തന്നെ പിണറായി വിജയൻ കൈകോർക്കുകയും അദ്ദേഹത്തിനെ വലതുഭാഗത്തിരുത്തുകയും അയ്യപ്പ സംഗമം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിട്ട്, അപ്പം നമുക്ക് മറ്റു പാർട്ടിക്ക് വോട്ട് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇതേപോലത്തെ അംഗങ്ങളെയാണ് പാർട്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അത് എന്താണ്, അതൊരു അത്തരം ഒരു ജീർണതകൾ മാത്രമല്ല, അതാണ് വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് കോർപ്പറേറ്റ് പ്രീണനങ്ങൾ മാത്രമല്ല, വികസന മോഹങ്ങളും പാർട്ടിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ പാർട്ടി ഇടതുപക്ഷ ചിന്തകളിൽ നിന്ന് വളരെയധികം അകന്നു മാറി എന്നുള്ളൊരു ബോധ്യവും ജനങ്ങൾക്കുണ്ടായി. അതുതന്നെയാണ് ഈ നേതാക്കന്മാർ, അവരൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടിയായിരുന്നു ഇത്ര കാലം അവിടെ നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രധാനമല്ല, താങ്കൾ അപ്രധാനമാകുന്നു എന്ന് തോന്നൽ വരുമ്പോൾ, ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആത്മീയതയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. അവിടെ അത്തരം ഈഗോയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മനുഷ്യരല്ല, കേവലം മനുഷ്യരാണ്. ഈഗോ മുറിവേൽക്കപ്പെടാം. മുറിവേൽക്കപ്പെടുമ്പോൾ വയസ്സന്മാരെ മാനിക്കാനൊക്കെ ഈ പുരോഗമനത്തിലും പ്രസ്ഥാനത്തിലും പഴയ സാമ്പ്രദായ പ്രസ്ഥാനത്തിലൊക്കെ വയസ്സന്മാരെ മാനിക്കാനൊക്കെ പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ശരിയായ കമ്മ്യൂണിസ്റ്റിനെ അത് ഏൽക്കാൻ പാടില്ലാത്തതാണ്, അത് ബാധിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ എല്ലാവരും സമ്പന്മാരാണെന്ന് പറയുകയും ചെയ്യും, ചില സമയത്ത് അവർ കൂടുതൽ സമ്പന്മാരാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 ടേം എന്നുള്ളത് ചില ഘട്ടങ്ങൾ ചിലർക്ക് എക്സംപ്റ്റഡ് ആണ്, ചിലരെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആറന്മുളയിൽ വീണ ജോർജ് 2 ടേം കഴിഞ്ഞിട്ട് വീണ ജോർജിന് ശേഷം ആറന്മുളയിൽ പ്രളയമാണെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ നല്ല അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് അവർ തർക്കമൊന്നുമില്ല. പക്ഷേ ശ്രീ പിണറായി വിജയന് ശേഷം പ്രളയം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, വേറൊരാളെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ 2 ടേം എല്ലാവർക്കും ബാധകമാവണമല്ലോ. അപ്പോൾ അത്രയ്ക്കും സംഘടനാശേഷി ഉള്ള വേറൊരു വ്യക്തി ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ആളുകളിലെ അന്തർലീനമായ കഴിവുകൾ അവർക്ക് ഒരു ടാസ്ക് കൊടുക്കാതെ എങ്ങനെയാണ് അളക്കുന്നത്? അതിനേക്കാൾ ഏറെ സംഘടനാശേഷിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ നിലയ്ക്ക് പോകുമ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മാത്രമുള്ള പ്രശ്നമല്ല. ഇലക്ഷൻ വരുമ്പോൾ ഇപ്പം തന്നെ ഞാൻ കണ്ടു, കണ്ണൂരിൽ കോൺഗ്രസ്സിൽ കെ സുധാകരൻ കരഞ്ഞ് എനിക്ക് സീറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത സാക്രിഫൈസ്, നമ്മൾ പൊതുസേവനം എന്ന് പറയുന്നത് ത്യാഗമാണ്. അത് വിളിച്ചു പറഞ്ഞ് ചെയ്യുന്ന ത്യാഗം ഭോഗത്തിൻ്റെ ഫലമാണ് ചെയ്യുന്നത്. അന്നൊക്കെ ത്യാഗത്തിൻ്റെ കാലമായിരുന്നു. ഇന്ന് അത് പൈസ എണ്ണി വാങ്ങിയിട്ടാണ് MLA പദവിയൊക്കെ വാങ്ങുന്നത്. നല്ല കാശാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് സർവീസല്ല, അവർ പണിയെടുക്കുന്നതിന് കാശ് പറ്റിയിട്ടാണ്. ഇനി അത് ശരിക്കും വേണ്ടത് പൊതുസേവനമാണ്, അത് ത്യാഗമാണ്. ഈ ത്യാഗം ഞാൻ ഇന്നെ ത്യാഗങ്ങൾ ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞ് ചെയ്യുന്ന ത്യാഗം എല്ലാം തന്നെ ഭോഗത്തിൻ്റെ ഫലമാണ് ചെയ്യുന്നതെന്ന് ഈ നേതാക്കന്മാർ മനസ്സിലാക്കണം. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ വളരെ ബോറായി പോകും. കാലാകാലം രാഷ്ട്രീയ തൊഴിലാളിയാവുകയാണ്, റിട്ടയർമെൻ്റ് ഇല്ലാത്തൊരു സംഗതിയായിട്ട് മാറുകയാണ്. അപ്പോൾ അത് ഈ പോക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പുരോഗമന പ്രസ്ഥാനം CPM എന്നുള്ളത് വേറെ പാർട്ടിയാവുമല്ല, വെൽഫെയർ പാർട്ടി, മറ്റുള്ളത് വെൽഫെയർ പാർട്ടി, ലേബർ പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ പ്രോഗ്രസീവ് പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പേര് മാറ്റി സമാന ചിന്താഗതിയുള്ള ആൾക്കാർ, ഒരുവിധം വിപ്ലവമൊന്നുമില്ലാതെ സമാന ചിന്താഗതിക്ക് ഒരു പാർട്ടിയും പിന്നെ ഒരു സാമ്പ്രദായിക പാർട്ടിയൊക്കെ ആയിട്ട് മാറും. പിന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള പാർട്ടി, ഇപ്പോൾ 3 പാർട്ടികൾ വന്നിട്ടുണ്ടല്ലോ, അങ്ങനെയായിട്ട് മാറാനാണ് സാധ്യത. ആളുകൾ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മറന്നുപോയി. അതിലേക്ക് ആകൃഷ്ടരാക്കാൻ വേണ്ടിയിട്ട് ഈ നിലവിലെ നേതാക്കന്മാർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. അവരുടെ ഇനേർഷ്യവാദ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ റിലീജിയസ് ആയിട്ടുള്ളതും ആളുകൾ സെക്യുലറിസം അകന്നു പോയതൊക്കെ തന്നെ. നന്ദി, നമസ്കാരം.